വിൽപത്രങ്ങൾ പലതവണ എഴുതുവാനായിട്ട് ഒരാൾക്ക് അവകാശമുണ്ട്. ഏറ്റവും അവസാനം എഴുതുന്ന വിൽപത്രം ഏതാണോ ആ വിൽപത്രമായിരിക്കും സാധുത ഉള്ളത് ആവുക. ആർക്കാണോ വിൽപ്രകാരം ഒരു വസ്തു കിട്ടിയിരിക്കുക ആ വ്യക്തി ഒരു സത്യവാങ്മൂലം കൊടുക്കണം. ആ സത്യവാങ്മൂലത്തിൽ ആ എഴുതിയ വിൽപ്പത്ര കർത്താവിൻ്റെ അവസാനമില്ലാണെന്ന് പറയണം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അവകാശികൾ ആരായിരുന്നെങ്കിലുമൊക്കെ പറയണം. എനിക്ക് തങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടെന്ന കാര്യം പറയണം. വിൽപ്പത്രത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് ഈ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന അവകാശികൾ, അവർക്കെല്ലാം നോട്ടീസ് അയക്കണമെന്നാണ് പറഞ്ഞിരിക്കുക. മുൻപ് പോക്കുവരവ് ചെയ്യുമ്പോൾ വിൽപ്പത്രം അനുസരിച്ച് പോക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു നടപടിക്രമമില്ലായിരുന്നു. വിൽപ്പത്രം റദ്ദ് ചെയ്യുവാൻ സാധിക്കുമോ? ഒരാൾക്ക് ഒന്നിലധികം വിൽപ്പത്രം എഴുതുവാൻ സാധിക്കുമോ? വിൽപ്പത്രത്തിൻ്റെ സാധുതയെ ചലഞ്ച് ചെയ്യുവാൻ ഒരാളുടെ സക്സഷൻ അല്ലെങ്കിൽ അവകാശികൾക്ക് സാധിക്കുമോ? വിൽപ്പത്രങ്ങൾ പലപ്പോഴും ബാങ്ക് ലോണിനുമൊക്കെ മറ്റുമായി കൊണ്ടുചെല്ലുമ്പോൾ മറ്റാരുടെയെങ്കിലുമൊക്കെ സത്യവാങ്മൂലങ്ങൾ, അവകാശികളുടെ സത്യവാങ്മൂലങ്ങൾ ഒക്കെ മേടിക്കുവാൻ പറയുന്നത് എന്തിനാണ്? ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ലീഗൽ പാത്ത് ചർച്ച ചെയ്യുക. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമാണ് വിൽപ്പത്രം എന്ന് പറയുക. എന്താണ് വിൽപ്പത്രം? ഒരു അന്ത്യ അഭിലാഷമെന്ന നിലയിൽ, അവസാനത്തെ ആഗ്രഹമെന്ന നിലയിൽ തൻ്റെ സ്വത്തുക്കൾ, അത് എന്ത് തരം സ്വത്തുക്കളുമായിക്കോട്ടെ, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക്, അത് ഓർക്കുക, സ്വത്തുക്കളെന്ന് പറയുമ്പോൾ മറ്റൊരു ആധാരപ്രകാരം, അതായത് തീറാധാരം, ധനനിശ്ചയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരം ആധാരങ്ങൾ പ്രകാരം എഴുതി കൊടുത്ത സ്വത്തുക്കളല്ല. എഴുതി കൊടുക്കാത്ത സ്വത്തുക്കൾ മറ്റൊരാളുടെ പേരിലേക്ക് എഴുതി വെക്കുന്നതിനാണ് വിൽപ്പത്രം എന്ന് പറയുക. അത് ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. പക്ഷേ വിൽപ്പത്രങ്ങൾ പലതവണ എഴുതുവാനായിട്ട് ഒരാൾക്ക് അവകാശമുണ്ട്. ഏറ്റവും അവസാനം എഴുതുന്ന വിൽപ്പത്രം ഏതാണോ ആ വിൽപ്പത്രമായിരിക്കും സാധുത ഉള്ളത് ആവുക. ഇനി വിൽപ്പത്രത്തിൽ എഴുതിയ ചില വസ്തുക്കൾ, ഒരാൾക്ക് എഴുതി കൊടുത്തിരിക്കുന്ന ചില വസ്തുക്കൾ, ആ വിൽപ്പത്രം എഴുതിയ രചയിതാവ് മരിക്കുന്നതിന് മുമ്പ് മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസ്തുക്കളെ സംബന്ധിച്ച് ആ വിൽപ്പത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ മുൻപ് ചെയ്ത ആധാരങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ലഭിക്കുക, വിൽപ്പത്രത്തിൽ എഴുതിയിരിക്കുന്ന ആൾക്കാർക്കായിരിക്കില്ല ലഭിക്കുക. അതായത് ഒരു വിൽപ്പത്രം ഒരാൾ എഴുതിക്കഴിഞ്ഞാൽ അയാളുടെ മരണശേഷം ആ വിൽപ്പത്രത്തിൽ ഏതൊക്കെ വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തുടരുന്നുവോ ആ വസ്തുക്കളെ സംബന്ധിച്ച് മാത്രമായിരിക്കും വിൽപ്പത്രം സാധുവാവുക. ഇനി വിൽപ്പത്രം എഴുതുവാനായിട്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത്? പ്രധാനമായും വിൽപ്പത്രം എഴുതുന്ന ഒരാൾ സ്വന്തം ഇഷ്ടത്തോടുകൂടി, അതായത് പരപ്രേരണ ഇല്ലാതെ എഴുതുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാണ്. 2, അതെഴുതുവാനുള്ള, അത് വിവേചിച്ചറിയുവാനായിട്ടുള്ള ബുദ്ധി, തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. തിരിച്ചറിവില്ലാത്ത, തളർന്നു കിടക്കുന്ന, ബൗദ്ധികമായിട്ട് പിന്നോക്കമുള്ള അല്ലെങ്കിൽ ഓർമ്മശക്തി കുറഞ്ഞ ഒരാൾക്ക് വിൽപ്പത്രം എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതുന്ന വിൽപ്പത്രങ്ങൾ സാധുവെന്ന് പറയുവാനായിട്ട് സാധിക്കുകയുമില്ല. ഇനി മറ്റൊന്ന് വേണ്ടത്, വിൽപ്പത്ര രചയിതാവ് 2 സാക്ഷികളുടെ മുമ്പിൽ വെച്ച്, അതായത് വിൽപ്പത്ര രചയിതാവ് വിൽപ്പത്രത്തിൽ ഒപ്പിടുന്നത് 2 സാക്ഷികൾ കാണുകയും വേണം. ആ സാക്ഷികൾ വിൽപ്പത്രത്തിൽ ഒപ്പിടുന്നത് വിൽപ്പത്ര രചയിതാവ് കാണുകയും വേണം. അങ്ങനെ 2 സാക്ഷികളുടെ അറ്റസ്റ്റേഷൻ വിൽപ്പത്രത്തിൻ്റെ സാധുതയെ സൂചിപ്പിക്കുവാനായിട്ട് ആവശ്യമുള്ളതുണ്ട്. ഇതൊക്കെ നിയമം അനുശാസിക്കുന്ന ഒന്നാണ്. ഇനി വിൽപ്പത്ര ആൾ ഒപ്പിടണം എന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റൊരാളെ കൊണ്ട് പറഞ്ഞ് വിൽപ്പത്രം എഴുതിക്കുവാനും നിയമം അനുശാസിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമാണ്, അങ്ങനെ പറയുമ്പോൾ ആ വിൽപ്പത്ര കർത്താവ് ആ പറയുന്ന ആളോട് കൃത്യമായി പറയണം, ഇതെൻ്റെ അവസാനത്തെ വിൽപ്പത്രമാണെന്നും ഇങ്ങനെ ഒരു വിൽപ്പത്രം എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും എൻ്റെ കഴിവില്ലായ്മ അല്ലെങ്കിൽ അതിനുള്ള എൻ്റെ കുറവുകൾ നിമിത്തം അത് താങ്കളെ കൊണ്ട് എഴുതിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് വേണം ആ വിൽപ്പത്രം എഴുതിക്കാൻ. ഇനി ഇതേ വിൽപ്പത്രം നമുക്ക് മറ്റ് ആധാരങ്ങളെ പോലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ ചെയ്ത് പൂർത്തിയാക്കുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ഈ വിൽപ്പത്രങ്ങൾ, രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രമാണെങ്കിലും അല്ലാതുള്ള വിൽപ്പത്രങ്ങളാണെങ്കിലും എപ്പം വേണമെങ്കിലും ചലഞ്ച് ചെയ്യാവുന്ന ഒന്നാണ്. അത് മറ്റ് സ്ഥിരാധാരങ്ങളോ ധനനിശ്ചയാധാരങ്ങളോ ഒക്കെ പോലെയുള്ള ഒന്നല്ല. വിൽപ്പത്രങ്ങളെ ചലഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. കാരണം പലതാണ്. ഒന്നാമത്തെ കാര്യം, ഒരാൾ മരിച്ചതിന് ശേഷം മാത്രമാണ് വിൽപ്പത്രം നിലവിൽ വരിക. അതുകൊണ്ട് തന്നെ വിൽപ്പത്രം എഴുതിയ ഒരാൾക്ക്
അത് ഞാൻ എഴുതിയതാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാനായിട്ട് ആ വിൽപ്പത്രം നിലവിൽ വന്നതിന് ശേഷം സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത് സാധിക്കുക എന്നുള്ളത് വിൽപ്പത്രത്തിലൂടെ ആർക്കാണോ വസ്തു ലഭിച്ചത് അവരുടെ കടമയാണ് എന്നാണ് നിയമം അനുശാസിക്കുക. പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പനെ അല്ലെ അമ്മയെ അല്ലെ സഹോദരനെ സഹോദരിയെ ഭാര്യയെ ഭർത്താവിനെയൊക്കെ സ്വാധീനിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരനെ സ്വാധീനിച്ച് മറ്റൊരാളെ സ്വാധീനിച്ചാണ് ഈ വിൽപ്പത്രം എഴുതിയെന്നും അതൊക്കെ തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെന്നും പരാതികൾ ഉയരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോടതികളിൽ ചലഞ്ചുകൾ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ വിൽപ്പത്രം പ്രൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ വിൽപ്പത്രത്തിൻ്റെ സാധുത നിലവിൽ വരികയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ബാങ്കുകളൊക്കെ വിൽപ്പത്രം വഴി കിട്ടിയ വസ്തുക്കളുമായിട്ട് ബാങ്ക് ലോണിന് ചെന്ന് കഴിയുമ്പോൾ മറ്റ് അവകാശികളുടെ സാക്ഷ്യപത്രം വേണമെന്നും ഇൻഡംനിറ്റി ബോണ്ടിന് നൽകണമെന്ന് നമുക്ക് അനുശാസിക്കുക. ഇനി വിൽപ്പത്രം കൊണ്ട് കിട്ടിയ ഒരു വസ്തു നിങ്ങളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഇല്ല എന്ന് പറയേണ്ടി വരും. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. കരമടയ്ക്കുക, പോക്കുവരവ് പേരിലേക്ക് ചെയ്യുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നികുതി പിരിക്കുന്നതിനുള്ള ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈവശത്തിൽ ആ വസ്തു ഉണ്ട് എന്ന് സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുമായിരിക്കാം. പക്ഷേ വസ്തുവിൻ്റെ ഉടമസ്ഥത തെളിയിക്കണമെങ്കിൽ ഏത് കരണം അല്ലെങ്കിൽ ഏത് ഡോക്യുമെൻ്റ് പ്രകാരമാണോ നിങ്ങൾക്ക് ആ വസ്തു കിട്ടിയത് ആ ഡോക്യുമെൻ്റ് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഇല്ലാത്തിടത്തോളം കാലം അല്ലെങ്കിൽ തെളിയിക്കപ്പെടുത്തോളം കാലം അതിൻ്റെ ഉടമസ്ഥത നിങ്ങൾക്കാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. ഈ അടുത്ത കാലത്ത് 2024 ബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസിൽ കേരള ഹൈക്കോടതി എങ്ങനെയാണ് വിൽപ്പത്രങ്ങൾ പോക്കുവരവ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസാണ് സാധാരണയായിട്ട് വില്ലേജ് ഓഫീസുകളിൽ ഒരു വസ്തു പോക്കുവരവിനെ സംബന്ധിച്ച ചട്ടങ്ങൾ നിർണ്ണയിക്കുക. എന്നാൽ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് വില്ല് മൂലമുള്ള കാരണങ്ങൾക്ക് എങ്ങനെയാണ് പേരിൽ മാറ്റേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഈ 2024 ബാബു എന്ന കേസിലെ വിധിക്ക് ശേഷം കേരള ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അതനുസരിച്ച് ആർക്കാണോ വിൽപ്രകാരം ഒരു വസ്തു കിട്ടിയിരിക്കുക ആ വ്യക്തി ഒരു സത്യവാങ്മൂലം കൊടുക്കണം. ആ സത്യവാങ്മൂലത്തിൽ ആ എഴുതിയ വിൽപ്പത്ര കർത്താവിൻ്റെ അവസാനമില്ലാണെന്ന് പറയണം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അവകാശികൾ ആരായിരുന്നെങ്കിലുമൊക്കെ പറയണം. തങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടെന്ന കാര്യം പറയണം. അടുത്തത് പറയുക, ആ മരിച്ച വ്യക്തിയുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശികളെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെന്ന് കാണിക്കുന്നതാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് നൽകുന്ന ഒന്നാണ്. പകരം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന നിലയിൽ അത് കൊടുക്കുവാനായിട്ട് ബാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് ഗൈഡ് ലൈൻ പറയുന്നത് മറ്റൊന്നാണ്. അത് ഇങ്ങനെയാണ്: വിൽപ്പത്രത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് ഈ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന അവകാശികൾ അവർക്കെല്ലാം നോട്ടീസ് അയക്കണമെന്നാണ് പറഞ്ഞിരിക്കുക. മുൻപ് പോക്കുവരവ് ചെയ്യുമ്പോൾ വിൽപ്പത്രം അനുസരിച്ച് പോക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു നടപടിക്രമമില്ലായിരുന്നു. അങ്ങനെ നോട്ടീസ് അയക്കണമെന്നാണ് പറഞ്ഞിരിക്കുക. ആ നോട്ടീസ് അയച്ച് 30 ദിവസത്തിനുള്ളിൽ അവരാരും തർക്കം ഉന്നയിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ വിൽപ്പത്രത്തെപ്പറ്റി തർക്കം ഉന്നയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പോക്കുവരവ് ചെയ്തു കൊടുക്കാം. ഇനി ഈ നോട്ടീസ് കിട്ടിയ ശേഷം തങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പേരിൽ കൂട്ടി കൊടുക്കുന്നതിന് പറഞ്ഞതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്തെങ്കിലും അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകുകയോ ചെയ്താൽ അതും പോക്കുവരവ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അവകാശികൾ ഈ വിൽപ്പത്രം സാധുവായ ഒന്നല്ല, അവസാന വിൽപ്പത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ ഫ്രോഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതായത് പ്രത്യേകമായിട്ട് പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചോ ഒക്കെ എഴുതിയ ഒരു വിൽപ്പത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചലഞ്ച് ചെയ്തു വന്നു കഴിഞ്ഞാൽ സിവിൽ കോടതികൾ വഴി ഇത് പ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുക.